പ്രാണനിൽ ഭാഗം 12. താനെന്താ ഇവിടെ? ആദ്യത്തെ ഞെട്ടൽ മാറിയപ്പോൾ സൂര്യ അവനെ നോക്കി വിക്കലോടെ ചോദിച്ചുകൊണ്ട് വേഗം തന്നെ സോഫയിലിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ദേഹത്ത് കൂടെ ഇട്ടു. എന്നാൽ ഈ സമയം അജു ആണേൽ പെട്ടെന്ന് കണ്ട കാഴ്ചയുടെ ഷോക്കിൽ നിന്നും ഇതുവരെ വിട്ടുമാറിയിരുന്നില്ല. ഒരു മേക്കപ്പുമില്ലാതെ നാച്ചുറലായി നിൽക്കുന്ന അവളുടെ ആ രൂപം അവനൊരുപാട് ഇഷ്ടമായി. കൂടാതെ മുഖത്തും കഴുത്തിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ കാണവേ അവനിൽ അവളോടുള്ള പ്രണയത്തിന് പകരം മറ്റൊരു വികാരം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അവളിൽ നിന്നും കണ്ണിമ വെട്ടാതെ എഴുന്നേറ്റ് കൊണ്ടവൻ അവൾക്കരികിലേക്ക് നടന്നെടുത്തപ്പോൾ വിറച്ചുപോയ സൂര്യ പിറകിലേക്ക് നീങ്ങി. എന്തുകൊണ്ടോ എല്ലാവരോടും അടിയുണ്ടാക്കുകയും ഒക്കെയും ചെയ്യുന്ന താൻ ഇവന് മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയാവുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അർജുൻ, പ്ലീസ്, ഇവിടെ നിന്ന് ഒന്ന് പോവൂ. തനിക്കരികിൽ ഒരു നൂലിയയുടെ വ്യത്യാസത്തിൽ വന്നു നിൽക്കുന്ന അജുവിനെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ സൂര്യ പറഞ്ഞു. എന്തുകൊണ്ടോ തൻ്റെ കോലവും അവൻ്റെ നോട്ടവും ഒക്കെ ആയപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആദ്യമായാണ് ഒരാൾക്ക് മുന്നിൽ ഇങ്ങനെ. സൂര്യ. പ്രണയത്തോടെയുള്ള അജുവിൻ്റെ വിളി കേട്ടപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ടവൾ ചുമരിലേക്ക് അള്ളിപ്പിടിച്ചു. അർജുൻ, പ്ലീസ്. കണ്ണു തുറക്കാതെ തന്നെ അവൾ അവനോട് അപേക്ഷിച്ചു. പിന്നെ കുറച്ചു നേരത്തേക്ക് ഒരനക്കവുമില്ലാതെ വന്നപ്പോൾ അവൻ പോയോ എന്നറിയാൻ വേണ്ടി സൂര്യ പതിയെ കണ്ണുകൾ തുറന്നതും അജു അത് കാണാൻ കാത്തു നിന്നതുപോലെ അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് അവളുടെ അധരങ്ങളിൽ ആഴ്ന്നിറങ്ങി. രണ്ടുപേരും ജീവിതത്തിൽ ആദ്യമായി അറിയുന്ന ചുംബന തീവ്രതയിലായിരുന്നു. സൂര്യ അവനിൽ നിന്നും പരമാവധി കുതറിമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സമ്മതിക്കാതെ അവളുടെ ചുണ്ടിൽ കടിച്ചു പിടിച്ചു കൊണ്ടവൻ ആഴത്തിൽ ചുംബിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ പിടച്ചിലുകൾ വർദ്ധിച്ചു. അതിനിടയിൽ അവൾ ചുറ്റിയിരുന്ന ബെഡ്ഷീറ്റ് അയഞ്ഞു വീണിരുന്നു. അപ്പോൾ അജുവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ പതിഞ്ഞപ്പോൾ വിറച്ചുകൊണ്ട് സൂര്യ അവൻ്റെ ഷോൾഡറിൽ മുറുകെ പിടിച്ചു. അവളുടെ ചുണ്ടും നാവും ഇടതടവില്ലാതെ ഒരുപോലെ നുഴഞ്ഞെടുത്ത് കൊണ്ടവൻ പതിയെ അവളിൽ നിന്നും അകന്നപ്പോൾ തന്നെ അവനെ തള്ളി മാറ്റിക്കൊണ്ടവൾ ബാത്റൂമിൽ ഓടി ഡോർ അടച്ചിരുന്നു. അപ്പോഴാണ് അജുവിന് താൻ എന്താ ചെയ്തത് എന്ന ബോധം വന്നത്. പെട്ടെന്ന് അവളെ ആ ഒരു കോലത്തിൽ കണ്ടപ്പോൾ പറ്റിപ്പോയതാ. ഒരു കിസ് കൊടുത്താൽ തന്നെ എന്താ, എൻ്റെ പെണ്ണിനല്ലേ, എൻ്റെ മാത്രം പ്രണയം. ബാത്റൂമിൽ നോക്കി ഒന്ന് ആത്മഹരിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. ശേഷം ഇനിയും താനിവിടെ നിൽക്കുവാണെങ്കിൽ അവൾ പുറത്തിറങ്ങില്ല എന്നവന് തോന്നി. ഡി അഹങ്കാരി, ഇനി ഞാനുണ്ട് എന്ന് വെച്ച് അതിനുള്ളിൽ തപസ്സിരിക്കേണ്ട. ഞാൻ ദേ താഴെ പോകുവാട്ടോ. ബായ്, ലവ് യു. ബാത്റൂം ഡോറിൽ മുട്ടിക്കൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ടവന് റൂമിന് പുറത്തേക്കിറങ്ങി ഡോർ അടച്ച് ചുളിവ് വീണ ഷർട്ട് നേരെയാക്കിക്കൊണ്ട് വേഗം താഴേക്ക് ചെന്നു. ഇതേ സമയം കുറച്ചു മുന്നേ നടന്നതോർത്ത് വല്ലാത്തൊരവസ്ഥയിൽ ഷവറിന് ചുവട്ടിൽ നിൽക്കുകയായിരുന്നു സൂര്യ. അജുവേട്ടൻ വന്നു, ദേ ചായ. അജു താഴെ എത്തിയപ്പോൾ തന്നെ പാറു കയ്യിലിരുന്ന ചായ അവന് നേരെ നീട്ടിയിരുന്നു. അല്ല, അജുവേട്ടൻ എവിടെ പോയതാ? പാറു പെടുന്നതിനെ ചോദിച്ചപ്പോൾ അജു ഒന്ന് ഞെട്ടിപ്പോയി. അതൊരു കോൾ വന്നതായിരുന്നു, പെട്ടെന്ന് വായിൽ തോന്നിയത് അവൻ പറഞ്ഞു. പിന്നെ പാറു ഒന്നും പറഞ്ഞിരുന്നില്ല. അജു നേരെ വ്യാസിൻ്റെ അരികിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും കിച്ചണിൽ നിന്നും ശോഭയും വന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. മീനുട്ടിയാണെങ്കിൽ അവിടെയൊക്കെ കുഞ്ഞു കാലടികളാൽ നടന്നു കളിക്കുകയാണ്. കുറച്ചു നേരം എല്ലാവരും ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് സൂര്യ മുകളിൽ നിന്നും താഴേക്കിറങ്ങി വന്നത്. ദാ ചേച്ചി വന്നല്ലോ. സൂര്യയെ കണ്ടപ്പോൾ തന്നെ പാറു അവൾക്കരികിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നാൽ സൂര്യയുടെ കണ്ണുകൾ മുഴുവനും വ്യാസിനടുത്തിരുന്ന് തന്നെ കുസൃതിച്ചിരിയോടെ നോക്കി നിൽക്കുന്ന അജുവിൻ്റെ മുഖത്തായിരുന്നു. അവൻ്റെ കണ്ണുകൾ മുഴുവനും തന്നിലാണെന്നറിഞ്ഞപ്പോൾ അവൾ പിടച്ചലോടെ പാറുവിൻ്റെ കഴുത്തിൽ മുഖം അമർത്തി അവളെ ചേർത്ത് പിടിച്ചു. വ്യാസാണേൽ സൂര്യ എന്ന് കേട്ടപ്പോൾ തന്നെ പിന്നെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പോയില്ല. എന്തുകൊണ്ടോ അവളോട് അവന് അത്രമേൽ ദേഷ്യമുണ്ടായിരുന്നു. എന്നാൽ സൂര്യയുടെ ആ പ്രവൃത്തി ഇഷ്ടമാകാതെ രണ്ട് കുഞ്ഞു കണ്ണുകൾ അവരെ കൂർപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഇരുന്നിടത്തു നിന്നും കൈകുത്തി എഴുന്നേറ്റ് അവർക്കരികിൽ ഓടിച്ചെന്നുകൊണ്ട് സൂര്യയുടെ ടോപ്പിൽ പിടിച്ചു മാറ്റിക്കൊണ്ടവൾ പാറുവിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. ഇത് എൻ്റെ അമ്മ ആണ്. അമ്മ എന്നെ മാത്രമേ ഇങ്ങനെ പിടിക്കാറുള്ളൂ. കുഞ്ഞിച്ചുണ്ടുകൾ കൂർപ്പിച്ചു വെച്ചുകൊണ്ടുള്ള മോളുടെ സംസാരം കേട്ടപ്പോൾ അന്നാദ്യമായി സൂര്യ ആ കുരുന്നിനെ വാത്സല്യത്തോടെ നോക്കി. ശേഷം കുനിഞ്ഞിരുന്ന് അവളുടെ നെറുകയിലൊന്ന് തലോടി. മോളെ മാത്രമേ അമ്മ ഇങ്ങനെ ചെയ്യൂട്ടോ. ചക്രവാവ ചേച്ചിയുടെ അടുത്ത് വരുമോ? സൂര്യയുടെ ചിരിച്ചുകൊണ്ടുള്ള സംസാരം കേട്ടപ്പോൾ കുഞ്ഞു പെണ്ണും സന്തോഷത്തോടെ അവളുടെ കയ്യിൽ പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സൂര്യയും മീനുട്ടിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുകയായിരുന്നു. ഹാളിലെ ഒരു മൂലയിൽ ചെയറിൽ പോയിരുന്ന് അവളും കുഞ്ഞും ഓരോന്നും പറഞ്ഞ് കളിക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചുവെങ്കിലും അജു ആരും കാണാതെ അതൊക്കെ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരമായപ്പോൾ അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് വ്യാസും പാറുവും അജുവും പോകാനിറങ്ങി. ഈ സമയം അത്രയും സൂര്യ ഒന്ന് വ്യാസിനോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവൾക്ക് മുന്നിൽ നിന്നതേയില്ല. അജു ആണെങ്കിൽ സൂര്യയ്ക്ക് പിറകെയുമായിരുന്നു. പക്ഷെ ഒരു നിലക്കും പിന്നെ അവൾ അവൻ്റെ മുമ്പിൽ നിന്നു കൊടുത്തിരുന്നില്ല.
അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു കാറിൽ കയറിയിരുന്നപ്പോൾ എന്തുകൊണ്ടോ പാറുവിൻ്റെ മിഴികൾ നിറഞ്ഞിരുന്നു. മീനൂട്ടിയാണെങ്കിൽ കാറിൽ പാറുവിൻ്റെ മടിയിലിരുന്ന് സൂര്യയ്ക്ക് ഫ്ലൈങ് കിസ്സൊക്കെ കൊടുക്കുകയാണ്. മീനൂട്ടിക്ക് തിരിച്ചും കിസ്സൊക്കെ കൊടുക്കുന്ന സൂര്യയെ നോക്കി അജുവും വായും പൊളിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരിപ്പുണ്ട്. എന്നാൽ എല്ലാവരിൽ നിന്നും ആകെ മാറി സീറ്റിൽ തലവെച്ച് കിടക്കുകയായിരുന്നു വ്യാസ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ നിറയെ പ്രിയ മാത്രമായിരുന്നു. ആദ്യമായി അവളുടെ വീട്ടിൽ പോയതും അവളോട് സംസാരിച്ചതും പ്രണയം തോന്നിയതും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി അവിടെ നിന്നും നീങ്ങിയിട്ടും കണ്ണുകൾ തുറക്കാതെ അവൻ അങ്ങനെ തന്നെ കിടന്നു. ആ സമയം പാറുവും രാവിലെ നടന്നതുകൊണ്ടുള്ള ചമ്മൽ അവൻ ഇനിയും മാറിയിട്ടുണ്ടാവില്ല എന്നോർത്ത് അവനോടൊന്നും മിണ്ടിയില്ല. അജുവും സൂര്യയെ എങ്ങനെ വളക്കുമെന്നുള്ള ചിന്തയിലായതിനാൽ അവനും ഒന്നും മിണ്ടിയില്ല. ഒടുക്കം അമരാവതിയിലേക്ക് കാർ കൊണ്ട് നിർത്തിയപ്പോൾ അത്രയും നേരത്തെ ക്ഷീണമുള്ളതുകൊണ്ട് അജുവും പാറുവും വേഗം അകത്തേക്ക് കടന്നു. വിച്ചേട്ടാ, നല്ല ക്ഷീണം, ഞാനൊന്ന് മോളെ കിടത്തി ഫ്രഷ് ആവട്ടെ. കാറിൽ തന്നെ ഇരിക്കുന്നവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ടായിരുന്നു അവൾ മോളെയും എടുത്തു പോയത്. അവൾ പോയി കഴിഞ്ഞിട്ടും അവൻ കാറിൽ നിന്നും ഇറങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നു. പ്രിയ, എത്ര തന്നെ ശ്രമിച്ചിട്ടും നിന്നെ മറക്കാൻ എനിക്കാവുന്നില്ലല്ലോ. അതുപോലെ തന്നെ വെറുക്കാനും വയ്യ. അന്നും ഇന്നും നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എത്ര ആഗ്രഹിച്ചതായിരുന്നു നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം. പക്ഷെ നീ അവിടെയും സമർത്ഥമായി എന്നെ പറ്റിച്ചു. അല്ലുമോൾ എൻ്റെ അല്ല എന്നറിഞ്ഞിട്ട് കൂടി നിനക്ക് തന്ന വാക്കിൻ്റെ പുറത്തല്ലേ ഞാൻ അവളെ പൊന്നുപോലെ എൻ്റെ മോളെപ്പോലെ കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ആത്മാർത്ഥമായി ഒന്ന് ആഗ്രഹിച്ചു പോകുക പ്രിയ, നിന്നെ ഒന്ന് മറക്കാൻ. എൻ്റെ മനസ്സിൽ നിന്നോടുള്ള പ്രണയം പോലും ഒരു മറവിയായി തീർന്നെങ്കിലെന്ന്. പക്ഷേ ഈ ജന്മം എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കലങ്ങി മറിഞ്ഞ മനസ്സുമായി അവൻ പതിയെ കാറിൽ നിന്നും ഇറങ്ങി മുകളിലേക്ക് നടന്നു. എന്നാൽ ഇതേ സമയം മുകളിലെ ബെഡിൽ മോളെ കിടത്തിയ ശേഷം ഷെൽഫിൽ നിന്നും കുളിക്കാൻ വേണ്ട ഡ്രസ്സ് എടുക്കുകയായിരുന്നു പാറു. അപ്പോഴാണ് അവളുടെ കൈ തട്ടി വ്യാസിൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് ഒരരികിലായി വെച്ചിരുന്ന ഫ്രെയിം നിലത്ത് വീണത്. ഒരു നിമിഷം ഞെട്ടിക്കൊണ്ടവൾ നിലത്ത് നോക്കിയപ്പോൾ കാണുന്നത് നിലത്ത് ചുറ്റും പരന്നു കിടക്കുന്ന ചില്ലും ആ പൊട്ടിയ ഫ്രെയിമിനുള്ളിൽ ചിരിയോടെ നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ മുഖവുമാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആ ഫോട്ടോയിൽ താനാണ് ഉള്ളത് എന്ന് അവൾക്ക് തോന്നിപ്പോയി. കാരണം അവളെപ്പോലെ തന്നെ മുഖസാദൃശ്യം. പ്രിയ വിറച്ചുകൊണ്ടവൾ ആ പേര് പറഞ്ഞ് അത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഡോർ തുറന്ന് വ്യാസ് അകത്തേക്ക് വന്നത്. ഓൾറെഡി ആകെ ഡിസ്റ്റർബായ അവൻ കൺമുന്നിൽ നിലത്ത് പൊട്ടിക്കിടക്കുന്ന അതും കൂടെ കണ്ടപ്പോൾ അവൻ്റെ വേദനയും സങ്കടവും ഒക്കെ ദേഷ്യത്തിലേക്ക് പരിണമിച്ചു. കാറ്റുപോലെ അകത്തേക്ക് പാഞ്ഞു വന്നുകൊണ്ടവൻ കണ്ണും നിറച്ച് പേടിയോടെ നിൽക്കുന്ന പാറുവിൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. ഒരു നിമിഷം ആകെ മരവിച്ചതുപോലെ അവൾക്ക് തോന്നി. അവൻ്റെ അടിയിൽ അവളുടെ ചുണ്ട് പൊട്ടി ചോര വന്നു. കവിളിൽ കൈവച്ച് കൊണ്ടവൾ അവനെ പേടിയോടെ നോക്കി. വിച്ചേട്ടാ, ഞാൻ ഗെറ്റ് ഔട്ട് ശ്രീ. അവൾ വിറച്ചുകൊണ്ട് എന്തോ പറയാൻ വന്നപ്പോഴേക്കും അവൻ അലറിക്കൊണ്ടവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിരുന്നു. അവൻ്റെ തള്ളലിൽ നിലത്ത് കിടക്കുന്ന കുപ്പിച്ചില്ലുകൾ ശക്തമായി അവളുടെ കാലിൽ തുളന്നു കയറിയെങ്കിലും ആ വേദന പോലും മറന്നുകൊണ്ടവൾ ബെഡിൽ തറഞ്ഞിരുന്നു. അപ്പോഴും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ സമീപനം അവളുടെ ഹൃദയത്തെ അത്രമേൽ മുറിവേർപ്പെടുത്തിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും പ്രിയയുടെ ആ ഫോട്ടോ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കാതെ കാറ്റുപോലെ അവൻ പുറത്തേക്ക് പോയിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ കാർ അവിടെ നിന്നും പോകുന്ന ശബ്ദം കേട്ടപ്പോഴും പാറു ആ ഇരിപ്പ് തന്നെയായിരുന്നു. കാലിൽ നിന്നും രക്തം വാർന്നൊലിക്കുമ്പോഴും ഒരനക്കവുമില്ലാതെ അവൾ നിശ്ചലമായി തന്നെയിരുന്നു.